എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂരിലെത്തിയതാണ്. ഇവിടെ എന്താണ് രുചിച്ച് നോക്കുകയെന്ന് ചിന്തിച്ച് നിന്നപ്പോഴാണ് ഇങ്ങോട്ടേക്ക് പേര് കേട്ട ആമ്പൂർ ബിരിയാണി രുചിച്ച് നോക്കാമെന്ന് കരുതിയത്. സർജാപൂരിലെ ഒരു സാധാരണ ബിരിയാണി കടയിൽ നിന്നും ആമ്പൂർ ബിരിയാണി രുചിച്ചറിഞ്ഞു. എനിക്കിഷ്ടപ്പെട്ട തലശ്ശേരി ദം ബിരിയാണിയുടെ അത്രയും രുചി എനിക്ക് തോന്നിയില്ലെങ്കിലും ഈ നാട്ടുകാരുടെ ഒരു ഇഷ്ടവിഭവമാണ് ഈ ആമ്പൂർ ബിരിയാണി. ഡിന്നർ കഴിഞ്ഞ് തൊട്ടടുത്ത ജ്യൂസ് കടയിൽ കയറി. മെനുവിലെ പ്രൈസ് ലിസ്റ്റ് കണ്ടപ്പോൾ നാട്ടിലെ സമാനമായ വിലയാണെന്ന് തോന്നിയെങ്കിലും ജ്യൂസ് കയ്യിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അളവ് നാട്ടിലെ പകുതിയുള്ളൂ എന്ന്. ബ്രേക്ക്ഫാസ്റ്റിന് ഹോട്ടലിൽ നിന്ന് ലഭിച്ച ഒനീന് ഉത്തപ്പത്തിനും ഉപ്പുമാവിനും ദോശയ്ക്കും എന്തിനു പറയുന്നു, ഇവിടുത്തെ സാമ്പാറിന് വരെ ഒരു അസാമാന്യ രുചിയാണ്. കൂടാതെ നെയ്യുടെ തനതായ രുചിയുള്ള അധികം മധുരമില്ലാത്ത കേസരിയുമുണ്ട്. പൂരി മസാല നമ്മുടെ നാട്ടിൽ അത്ര പോരാ. എനിക്ക് കുറച്ച് ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഉച്ചയൂണിന് ഞാൻ എത്തിയത് ഈ നഗരത്തിൽ തന്നെ പേര് കേട്ട മേഘ്ന ബിരിയാണി കഴിക്കാനാണ്. ബിരിയാണിയിലെ റൈസ് ഇവിടുത്തെ മറ്റു ബിരിയാണികളുടേതുപോലെ തന്നെ തോന്നിക്കുമെങ്കിലും ഇതിലെ ചിക്കൻ വല്ലാത്ത രുചിയുള്ള ഐറ്റമാണ്, അതും ബോൺലെസ് ചിക്കൻ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എത്ര റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈകൾ വൃത്തിയാക്കാൻ ഇത്തരം ഫിംഗർ ബോൾ തരുമെന്നറിയില്ല. ഏതായാലും ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റിലും കൊടുക്കാറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഊണ് കഴിഞ്ഞ് തൊട്ടടുത്ത മലയാളി ചേട്ടൻ്റെ ബേക്കറിയിൽ നിന്നും ഒരു ലെമൺ ടീ കൂടി രുചിച്ചു. ബാംഗ്ലൂരിലെ രുചിവിഭവങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരിലേക്കും സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ ഷെഫ് എമിൽ ഫിലിപ്പ്.